ഇ കൊമേഴ്സിൻ്റെ ഒരു സാധ്യതകളെ പറ്റി പറയുമ്പോൾ ഇപ്പോഴും പലർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ യുണീക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ കൂടിയിട്ട് നമ്മുടെ വളരെ റൂറലായിട്ടുള്ളൊരു നാട്ടിൻപുറത്ത്, പക്ഷേ അവിടെയായിരിക്കും ഏറ്റവും നല്ലൊരു പവിഴം ഉണ്ടായിരിക്കുക, ഒരു മുത്തുണ്ടായിരിക്കുക. പക്ഷേ ഇത് അവിടുത്തെ ആളുകൾക്ക് അതിൻ്റെ മൂല്യം അറിയില്ല. അതിൻ്റെ മൂല്യം അറിയുന്ന ഒരാൾ മറ്റൊരു രാജ്യത്തായിരിക്കും, മറ്റൊരു ദേശത്തായിരിക്കും. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് ഈ പവിഴത്തെ, ഈ മുത്തിനെ, ഈ പ്രൊഡക്റ്റിനെ, അമൂല്യമായ ഒരു കാര്യത്തെ നമുക്ക് അവിടെ പോയി സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ സാധ്യതയാണ്. സ്വന്തം കുട്ടി വളരെ അമൂല്യമായിരിക്കും എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിനെ പെട്ടെന്ന് തന്നെ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ്, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ? ഇ കൊമേഴ്സ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ ആമസോൺ, ഫ്ലിപ്കാർട്ട്. അപ്പം ഇ കൊമേഴ്സിനെ ശരിക്കും നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ വലിയ ഭീമന്മാരുള്ള സ്ഥലമാണ്. ഇപ്പോൾ അതിലേക്ക് റിലയൻസും കടന്നു വന്നിട്ടുണ്ട്. റിലയൻസ് രണ്ട് പ്രാവശ്യം അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇപ്പോൾ പക്ഷേ അവർ വീണ്ടും കറക്ഷൻസൊക്കെ ചെയ്തിട്ട് വീണ്ടും വരുന്നുണ്ട്. മാർക്കറ്റ് പ്ലേസ് കൂടി സെല്ല് ചെയ്യുന്ന ഒരു വിഭാഗം. ഈ മാർക്കറ്റ് പ്ലേസിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, നമ്മൾ മാർക്കറ്റ് പ്ലേസിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നു. അതല്ലാതെ ഡ്രോപ്പ് ഷിപ്മെൻറ്റ് എന്ന് പറയും. അതായത് അവർ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിച്ച് അവർ വിൽക്കുന്നു, അവർ കാശ് മേടിക്കുന്നു, അങ്ങനൊരു സംഭവം. ഇതല്ലാതെ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ നമ്മൾ ചെയ്യുന്ന സെയിൽസ്, അതും ഇ കൊമേഴ്സാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞ മാർക്കറ്റ് പ്ലേസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ലുലു മോളിൽ നിങ്ങളൊരു സാധനം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനം വിൽക്കോ ഇല്ല എന്നുള്ള രണ്ടാമത്താണ്. പക്ഷേ ഒരു ദിവസം ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാർ കാണും. അതാണല്ലോ ലുലു മാളിൽ നമ്മളൊരു സാധനം കൊണ്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്ലേസ്മെന്റിന് ഒരു വലിയ പ്രാധാന്യം. അതെ, മാർക്കറ്റ് പ്ലേസിൽ വെക്കുമ്പം അവിടെ ട്രാഫിക് ഓൾറെഡി ഉള്ളത് കാരണമുണ്ട്, അവിടെ ധാരാളം ആൾക്കാർ വരുന്ന കാരണമുണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് കാണാനുള്ള ചാൻസ് കൂടുകയാണ്. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ത്രൂ ആണ് ഒരു സാധനം പ്രൊഡക്റ്റ് വിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യണം. മൂന്നാമതെന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്ന സോഷ്യൽ മീഡിയ ത്രൂ വിൽക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് കൂടെ ഇപ്പോൾ ധാരാളം സ്ത്രീകൾ സാരിയിൽ പ്രിൻറ്റഡ് വർക്കും കാര്യങ്ങളും ചെയ്യുന്നത്. അതൊരു കസ്റ്റമൈസേഷൻ ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് സോഷ്യൽ മീഡിയയിൽ ത്രൂ ഉള്ള ഇ കൊമേഴ്സാണ് അവരെ സംബന്ധിച്ചോളം ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സാധനം കാണിക്കുന്നു, അവരെ ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നു, ഓൺലൈനായിട്ട് അവർ സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി ഡിസൈൻ ഫിക്സ് ചെയ്യുന്നു, അവർ സാധനം ഉണ്ടാക്കുന്നു, അയച്ചു കൊടുക്കുന്നു. അങ്ങനെ 3 തരമായിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. മാർക്കറ്റ് പ്ലേസിൽ പോകുമ്പോൾ എന്താ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ, അവിടെ മാർക്കറ്റ് പ്ലേസ് അവരുടേതായിട്ടുള്ളൊരു ഇതുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു ചില ചിട്ടകളും കാര്യങ്ങളും ഉണ്ട്. അവിടെയാണ് ഈ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നേരത്തെ പറഞ്ഞ ഒരു വാക്ക് വരുന്നത്.